ഇക്കഴിഞ്ഞ മെയ് 24-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ മന്ദാകിനി. അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ തുടങ്ങി വലിയ താരനിരയില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നിട്ട് പോലും ആദ്യ 3 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ വലിയ താരനിരയില്ലാത്ത സിനിമ ഇപ്പോഴത്തെ ഒരു ഡീസന്റ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. 3-ാം ദിവസം ഞായറാഴ്ച ദിവസം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 13 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് സിനിമയ്ക്ക് 40 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടാകും. ഇന്നത്തോടെ 90 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുന്നതാണ്. അപ്പോൾ 1 കോടിക്കടുത്തേക്ക് സിനിമയുടെ കേരള ഗ്രോസ് 3 ദിവസങ്ങൾ കൊണ്ടെത്തുകയാണ്. ഒരു കല്യാണം പ്രമേയമാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ മന്ദാകിനി എന്ന സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ മന്ദാകിനിയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.